ശ്രീ എൻ ശ്രീകുമാർ, ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന UDF ഉറച്ച ബോധ്യമുണ്ടാക്കാൻ മാത്രം എന്താണ് ഈ പദ്ധതിയിൽ ഇത്ര നിർബന്ധിതാവസ്ഥയുള്ളത്? അങ്ങനെയായിരുന്നുവെങ്കിൽ അത് നേരത്തെ തീരുമാനമെടുത്തതായിരുന്നു. ഉപസമിതി അടക്കമുള്ള പ്രഹസനങ്ങൾ എന്തിനായിരുന്നു പിന്നെ? നോക്കൂ ശ്രീമതി മാധു, ഇന്ന് UDFിൻ്റെ യോഗം ചേർന്ന് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശദമായ ചർച്ച ഓണം കഴിഞ്ഞ ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിൽ നിന്നും തുടർന്ന് വരുന്ന ഗവൺമെൻറ്റിന് പിന്മാറാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അന്ന് ഒപ്പിടുമ്പോൾ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ കാളിയാടനാണ്. അദ്ദേഹമാണ് ഒരു ലേഖനം എഴുതിയിട്ട് പറഞ്ഞത്, PM ശ്രീ പദ്ധതി ഒപ്പിട്ട് പോയി, ഇനി UDF ഗവൺമെൻറ് എത്ര വിചാരിച്ചാലും അതിന് പിന്മാറാൻ കഴിയില്ലെന്ന്. കാരണം ഗവൺമെൻറ് എന്ന എക്സിക്യൂട്ടീവ് സംവിധാനം ഒരു തുടർച്ചയാണ്. ഇവിടെ UDFിൻ്റെ ചോദിക്കും എന്താണ് PM ശ്രീ മഹാശ്ചര്യം എന്നാണല്ലോ ശ്രീമതി മാധു പറഞ്ഞത്. ഈ മഹാശ്ചര്യം എന്ന് പറയുമ്പോൾ അതൊരു നമുക്കൊരു ആശ്ചര്യ ചിഹ്നം ഇട്ടിങ്ങനെ വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ കാണേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, നയപരമായിട്ട് ഇതിന് UDFും കോൺഗ്രസും ഒന്നും ഒരിക്കലും അനുകൂലിക്കുന്ന സംവിധാനമല്ല. നയപരമായിട്ട് LDFിൻ്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ പറഞ്ഞതും നയപരമായിരുന്നു. പക്ഷേ ആ നയപരമായ കാര്യത്തിൽ നിന്നും പിന്മാറി അവരെ മന്ത്രിസഭ അറിയാതെ LDF അറിയാതെ എന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവരത് ഒപ്പിട്ടു. ആ ഒപ്പിട്ട ശേഷം പിന്നീട് അവർ അധികാരത്തിലെത്തിയില്ല. അധികാരത്തിലെത്തുമെന്ന് അവരുടെ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ പിന്നെ വന്നത് UDF ആണ്. UDF നയപരമായിട്ട് ആ ഗവൺമെൻറ്റിൻ്റെ പരാജയം അവർ വിളിച്ചു പറയുകയും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ PM ശ്രീ ഒപ്പിട്ടത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഭരണപരമായിട്ട് അതിനെ അംഗീകരിക്കേണ്ട ബാധ്യത UDFിന് വന്നു ചേർന്നു. ശ്രീ എൻ ശ്രീകുമാർ, എനിക്ക് ഒരു ചോദ്യമാണ് ഈ വിഷയത്തിലുള്ളത്. പക്ഷേ ഒരു ചോദ്യമാണ് ശ്രീ എൻ ശ്രീകുമാർ എനിക്കുള്ളത്. ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്റെ അറിവിൽ. ഉപസമിതി രൂപീകരിച്ചത് എന്തിനായിരുന്നു? ഉപസമിതി രൂപീകരിച്ച്, അതായത് ഇവർ ഒപ്പിട്ട ശേഷം, അതായത് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട ശേഷം അവർ പറഞ്ഞത് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു ഉപസമിതിയെ അന്നത്തെ പിണറായി ഗവൺമെൻറ് നിയമിച്ചു, മന്ത്രിമാരുൾപ്പെടെ. അതിന് ശേഷമേ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പിന്നീട് ഒന്നും കേട്ടില്ല. തുടർന്നാണ് UDF വന്നത്. അവരും ഇതുപോലെ ഉപസമിതിയെ വെച്ചു. എന്തിനാണ്? പഠിക്കാനായിട്ടാണ് വെച്ചത്. പക്ഷേ പഠിക്കാനായിട്ട് ഉപസമിതി വെച്ചപ്പോൾ തന്നെ ഭരണപരമായ ഉപദേശം കിട്ടി. എന്താണ്? നിയമപരമായ ഉപദേശവും കിട്ടി. എന്താണ്? ഇത് മുൻ ഗവൺമെൻറ് ഒപ്പിട്ട കാര്യത്തിൽ നിന്നും പിന്മാറാൻ ഏകപക്ഷീയമായി കഴിയില്ല. ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ എന്തു സാധ്യത എന്നത് പരിശോധിക്കാനാണ് ഉപസമിതി എന്നതാണ് എല്ലാവരും വ്യക്തമാക്കിയത്. ഉപസമിതി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ നോക്കൂ, ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ നടപ്പിലാക്കാം എന്ന് ചർച്ച ചെയ്യാനായിരുന്നില്ല ഉപസമിതി. അങ്ങനെ VD സതീശൻ വ്യക്തമാക്കിയിട്ടില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതായത് ഏത് സ്കൂളുകളിൽ PM ശ്രീ നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാനായിരുന്നില്ല ഉപസമിതി രൂപീകരണം. ഉപസമിതി രൂപീകരണം ഈ പറയുന്ന PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നത് പരിശോധിക്കാൻ കൂടിയായിരുന്നു എന്നതാണ് സഖ്യകക്ഷി നേതാക്കളടക്കം വ്യക്തമാക്കിയത്. ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് അസാധാരണമായ തിടുക്കം ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, അല്ലല്ല, അതായത് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയല്ല ഉപസമിതിയെ വെച്ചത്. കാരണം ഒപ്പിട്ട രണ്ട് ഗവൺമെൻറ് തമ്മിൽ ഒപ്പിട്ട ഒരു കരാറ്, ഒരു MOU, ആ കരാറ് റദ്ദാക്കാൻ കഴിയില്ല എന്നൊരു നിയമോപദേശം കിട്ടിയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഉപസമിതി. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ ഈ ഉപസമിതി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആരുടെ ഉപദേശപ്രകാരമാണ് ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത്? ഞാൻ പറയാം, പറയാം. നല്ലൊരു എല്ലാ ജനങ്ങൾ അറിയേണ്ട ചോദ്യമാണ് ശ്രീമതി മാധു ചോദിച്ചത്. അതായത് ഇന്നത്തെ UDFിൻ്റെ ഏകോപന സമിതി യോഗത്തിലെ ഒരു തീരുമാനം PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ്. ഇതിൻ്റെ വിപുലീകൃത UDF യോഗം ചേരുമ്പോഴേക്കും ഈ ഉപസമിതി റിപ്പോർട്ടും കൂടെ അവിടെ വരുമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാർക്കുള്ളത്, അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും ഉള്ളത്. മറിച്ച് ആ ഉപസമിതിയുടെ രൂപീകരിക്കുകയും ആ ഉപസമിതി യോഗം ചേരാതിരിക്കുകയും ആ ഉപസമിതി അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരം
പറയാനുള്ള ബാധ്യത കൂടി മുഖ്യമന്ത്രിയുടെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് കൊണ്ട് ഈ ഉപസമിതി റിപ്പോർട്ടും കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഓണത്തിന് ശേഷമുള്ള UDFന്റെ വിപുലീകൃത യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. ഇത് UDF കൺവീനർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏതൊക്കെ സ്കൂളുകളിൽ PMC നടപ്പിലാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിഗണിക്കും എന്നുള്ളതാണ്. ഉപസമിതി രൂപീകരിച്ചത് PM ശ്രീയിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്ന തീരുമാനമെടുക്കാനാണ്. ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് UDF എന്ത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ തീരുമാനം എടുത്തത് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വിപുലീകൃത UDF തീരുമാനിക്കുമെങ്കിൽ ആ UDF PM ശ്രീ നടപ്പിലാക്കണമെന്ന് ആരും കഴുത്തിന് കുത്തിപ്പിടിച്ചു നിന്ന് പറയുന്നില്ല. ശ്രീ N ശ്രീകുമാർ, തിടുക്കമാണിത്, പിടച്ചിലാണിത്, ദൃശ്യമാണത്. അല്ല നോക്കൂ ശ്രീമതി മാധു, അതിന് ഒറ്റ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. അതായത് PMC പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ലെങ്കിൽ ഒരു തുടർച്ചയായ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന് നടപ്പാക്കിയേ പറ്റൂ. കാരണം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ മുന്നണി എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ. ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നണി സംവിധാനം പ്രവർത്തിക്കുക. മറിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവുമായി ഒപ്പിട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റാത്തതാണെങ്കിൽ അത് അവരുടെ നടപ്പാക്കാനുള്ള ബാധ്യത അവരിൽ വന്നു ചേരുകയാണ്. അക്കാര്യത്തിലാണ് ഉപസമിതിയുടെ തീരുമാനം വരുന്നത്. ഏത് രീതിയിൽ, അതായത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ നയം, RSSന് മേധാവിത്വമുള്ള വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാകുമോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിൻ്റെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, മതേതര ചിന്തകളിലൊക്കെ ഊന്നി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ആ കരിക്കുലം മാറ്റേണ്ട ഒരു അവസ്ഥ വരുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഉപസമിതി പരിശോധിക്കുക. അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അതേപോലെ നടപ്പാക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി കേന്ദ്രം കാണിക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഇതൊരു തുടർ സംവിധാനമല്ലേ, അങ്ങനെ കാണിക്കുകയാണെങ്കിൽ കേരളത്തിലെ UDFന്റെ മന്ത്രിസഭ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ വളരെ വ്യക്തമാണ്, വളരെ ശ്രദ്ധിച്ചേക്കണം. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PMC നടപ്പാക്കുമ്പോൾ അക്കാര്യത്തിലൊരു പാഠ്യപദ്ധതി കൂടി അവർ നിഷ്കർഷിക്കുന്നുണ്ട്. ആ പാഠ്യപദ്ധതി എല്ലാ കോൺഗ്രസ് ഗവൺമെന്റുകളും നടപ്പാക്കിയ കോൺഗ്രസ് ഗവൺമെന്റുകൾ അവിടെ അവർ അതേ രീതി നടപ്പാക്കിയിട്ടില്ല, നിർബന്ധ ബുദ്ധി പിടിച്ചിട്ടുമില്ല. അതുപോലെ കേരളത്തിലും പറ്റുമോ എന്നുള്ള അന്വേഷിക്കണം. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനം പിന്നീട് വന്ന ജനാധിപത്യ പക്ഷെ അപ്പോഴും ഈ പറയുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കിയാൽ മതി എന്ന് കേന്ദ്രം പുതുതായിട്ട് എന്തെങ്കിലും അറിയിപ്പ് നൽകിയിട്ടുണ്ടോ? അല്ല, കരിക്കുലത്തിന്റെ ഒരു നിർബന്ധം പിടിക്കാറില്ല സാധാരണ. നിൽക്കട്ടെ, അത് LDF ഒപ്പുവെച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. കരിക്കുലം സ്റ്റേറ്റ് ഫ്ലേവേഴ്സ് അനുസരിച്ച് മതി എന്നുള്ളത് തന്നെയാണ് MOUയിൽ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ മന്ത്രി UDF യോഗം ചേർന്നതിന് തൊട്ട് മുൻപായി കേരളത്തിലെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി? ചർച്ചയിൽ ഇനി മനസ്സിലാകേണ്ടത് ഏതൊക്കെ സ്കൂളുകൾ എന്നുള്ളത് മാത്രമാണ്. കേന്ദ്രം പുതുതായി ഒന്നും കേരളത്തെ അറിയിച്ചിട്ടില്ല. അതായത് ഈ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ MOUയിൽ പറഞ്ഞതിനപ്പുറത്ത് LDF ഒപ്പുവെക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ അറിവ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി ഉപസമിതി രൂപീകരിച്ചു ഇതെങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട എന്നത് തീരുമാനിക്കാൻ അത് സംബന്ധിച്ച റിപ്പോർട്ടും വന്നിട്ടില്ല. ശ്രീ N ശ്രീകുമാർ, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ നേരത്തെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്നവർ കൂടിയാണ് എന്നത് പറഞ്ഞു പോകുന്നു. ഞാൻ അങ്ങയോട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പൊതുവായി പറഞ്ഞതാണ്. അങ്ങയോട് ഞാൻ അങ്ങനെ പറയുകയുമില്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.